ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദേവ്സ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും ദേവ്സ് യൂട്യൂബിലേക്ക് സ്വാഗതം. എന്താ എൻ്റെ ഡെയിലി റൂട്ടീൻ എന്നാണ് ഒരുപാട് പേര് ചോദിച്ചിട്ട്. ഡെയിലി റൂട്ടീൻ എന്ന് പറയാൻ എനിക്ക് ഒരുപാടൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒന്ന് ചുരുക്കി പറഞ്ഞേക്കാം. ഫസ്റ്റ് ഡേ നമ്മൾ എന്തായാലും എഴുന്നേൽക്കുമ്പോൾ എന്താണ് നമ്മുടെ ഡെയിലി റൂട്ടീൻ ഉണ്ട്. എന്നാലും രാവിലെ എഴുന്നേരം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും ആണല്ലോ. ഞാൻ തലേ ദിവസമേ ഈ ഒരു ബോട്ടിലിൽ വെള്ളം എടുത്ത് വെച്ചേക്കും. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ബൗളിൽ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഇഞ്ചിയുടെ പൗഡർ, ഇത് രണ്ടും ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നമ്മുടെ ഇഞ്ചി, അത് രണ്ടും കൂടി ഇട്ട് അത് രാവിലെ കുടിക്കും. അതിനുശേഷം ഒരു 9 മണി വരെ ഓഫീസിൽ പോകുന്നൊരു ടൈമുണ്ട്. അതിന് മുന്നായിട്ട് ഈ ഒരു ബോട്ടിൽ വെള്ളം 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ് കേട്ടോ, ഇത് തീർക്കും. പിന്നെ വരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ രാവിലെ ദോശയാകാം, ഇഡ്ഡലിയാകാം, ഉപ്മാവാകാം, ഇല്ലെങ്കിൽ എൻ്റെ സ്ഥിരം ബ്രെഡ് തന്നെയാണ്, ബ്രെഡ് റോസ്റ്റ്. ഇത് ബ്രെഡ് ആണെങ്കിൽ ഒരു 3 എടുക്കും. പിന്നെന്താ പറയുക, ദോശയാണെങ്കിൽ ഒരു ദോശ, ഇഡ്ഡലി ആണെങ്കിൽ 2 ഇഡ്ഡലി. ഇത് ഇതിൻ്റെ കൂടെ രാവിലെ കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ എന്നിട്ടുള്ള ഈന്തപ്പഴം, അത് ഞാൻ 2 എടുക്കും, അത് കഴിക്കാറുണ്ട്. അതിനുശേഷം തിരിച്ച് ഓഫീസിൽ പോകുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ പോകുമ്പോൾ വീണ്ടും ഈ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് വെക്കാറുണ്ട്. പിന്നെ അവിടെ ചെന്നിട്ടൊരു 11:30-12 മണിയാകുമ്പോൾ ചില ദിവസങ്ങളിൽ പിന്നെ കട്ടൻ കുടിക്കാറുണ്ട്. കട്ടൻ കുടിക്കുമ്പോൾ അവിടെ മിക്കവാറും കാണും കേട്ടോ ചൂട് പഴംപൊരി, ഉഴുന്നുവട, പരിപ്പുവട, ഇതൊന്നുമില്ല, ഒരു കട്ടൻ മാത്രം, ഇല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം, ലൈം ജ്യൂസ് അല്ലേ, അത് കുടിക്കാറുണ്ട്. ഇത്രയും. പിന്നെ വരുന്നൊരു 1:30-2 മണി സമയം ചോറില്ല കേട്ടോ, ചോറ് കഴിക്കാറില്ല. ആ ടൈമിൽ വിശക്കുന്നുണ്ടെങ്കിൽ വാട്ടർമെലോൺ ജ്യൂസ് കുടിക്കും, ഇല്ലെങ്കിൽ ABC ജ്യൂസ് കുടിക്കും, ഇല്ലെങ്കിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കും, ചിലപ്പോൾ ഫ്രൂട്ട് സലാഡ്. അതിൽ പ്രത്യേകിച്ച് ഞാൻ പറയാറുള്ള കാര്യം, പഴം ദയവ് ചെയ്ത് ആഡ് ചെയ്യരുത്, അത് മാത്രം. ഒരു പഴവും ഞാൻ കഴിക്കാറില്ല. എന്താ പറയുക, കുഞ്ഞുങ്ങൾക്ക് രസകള്ളിപ്പഴം അങ്ങനത്തെ ഐറ്റംസ് ഒരു പഴവും കഴിക്കാറില്ല. പിന്നെ കഴിക്കും. ഇതിനിടയിൽ വൈകുന്നേരം വന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഒരു 3 ചപ്പാത്തിയും അതിനുള്ള കറി. ചില ദിവസങ്ങളിൽ ഇല്ല എങ്കിൽ ആ സമയം വന്ന് 5 മണി 6 മണിയാകുമ്പോൾ ഒരു ഗ്രീൻ ടീ അല്ലെങ്കിൽ ബ്ലാക്ക് കോഫി, കട്ടൻ. ഇതിനൊപ്പം ഞാൻ ഇന്നലെ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ അത് ഇല്ല എങ്കിൽ ഒരു 2 പേരയ്ക്ക കട്ട് ചെയ്ത് അതെടുക്കും, അല്ലെങ്കിൽ ഒരു ആപ്പിൾ എടുക്കും, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് എടുക്കും. കട്ടൻ ഇതൊന്നുമല്ല, കോമ്പിനേഷനൊന്നുമില്ല, എന്നാലും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കഴിക്കുന്നു, അത് കഴിക്കും. പിന്നെ യോഗയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു 8 മണി ആ സമയത്ത് 3 ചപ്പാത്തി, പിന്നെ കറി, വെജാണ് കേട്ടോ, വെജിറ്റബിൾ. അതിൽ കൂടുതൽ വരുന്ന വെജിറ്റബിളിൽ പിന്നെ ഞാൻ എടുക്കാറുള്ളത് കുക്കുംബർ എടുക്കും, ക്യാരറ്റ് എടുക്കും. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കും കേട്ടോ, അതുണ്ട്, ബീട്രൂട്ട് മാത്രമായിട്ട് അത്. പിന്നെ വരുന്നത് എന്താ പറയുക, ചീരത്തോരൻ, പയറുതോരൻ, പാവയ്ക്ക, പപ്പായയ്ക്ക് ഒരെണ്ണം കിട്ടിയാൽ ഞാൻ മിക്കവാറും ഒരുമിച്ച് കഴിക്കും. അന്ന് പിന്നെ വേറെ ഫുഡൊന്നും വേണ്ട, വൈകുന്നേരം ഉച്ചയ്ക്കല്ല, അത് ഒരെണ്ണം മതി. ഇതിനു മുന്നുള്ള വീഡിയോസ് മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇങ്ങനത്തെ ഐറ്റംസ്. ഇല്ല എങ്കിൽ വൈകുന്നേരം സമയത്ത് ചപ്പാത്തിയോടൊപ്പം ഈ വെജിറ്റബിൾസ് ഇല്ലേ, കുക്കുംബറും, പിന്നെ കുക്കുംബറല്ല, ക്യാരറ്റും, ബീട്രൂട്ട്, പയർ, ഇതെല്ലാം കൂടെ ഒന്ന് ബട്ടറിലിട്ട് റോസ്റ്റ് ചെയ്തിട്ട്, അതും കുക്കുംബർ ഇടാറില്ല, അത് സെപ്പറേറ്റ് ആയിട്ട്. വെജെന്ന് പറഞ്ഞു ഒരു മാസത്തിൽ 1-2 ദിവസം മിക്കവാറും ഒരു മുട്ട കഴിക്കാറുണ്ട്. പ്യുവർ വെജെന്നപ്പോൾ പറയാൻ പറ്റത്തില്ല, അത് മാത്രം. പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ മിക്കവാറും ദിവസങ്ങളിൽ ഇത് കണ്ടല്ലോ, ഹൽദി ദൂത്. ഇപ്പോൾ പാൽ ഇത്രയും ഞാൻ എടുത്തിട്ടുള്ളൂ, ഇത്രയും പാലല്ല കേട്ടോ, കുറച്ച് വെള്ളം ഉണ്ട്. ആ ഒരു രീതിയിൽ രണ്ടും കൂടെ കറക്റ്റ് മെഷർമെൻറ്റിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നമ്മുടെ ഇഞ്ചി, ഇത് രണ്ടും കൂടെ ചേർന്ന് കിടക്കുന്നതിന് മുന്നേ ഒരു 8 മണിക്ക് മുന്നേ, ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ഇതോടെ ഫുഡ് റൊട്ടീൻ തീർന്നു. ഇത് തന്നെയാണ്. ജങ്ക് ഫുഡ് മിക്കവാറും ഇല്ല, പുറത്തുള്ളൊന്നും അങ്ങനെ കഴിക്കാറില്ല. പിന്നെ പണ്ട് പാനിപൂരി ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡ് കൂടുതൽ പാനിപൂരിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞ് പാനിപൂരി ഞാൻ കഴിക്കണമെന്ന് നിർത്തി. പിന്നെ ബേൽപൂരി, പിന്നെ എന്താ പറയുക, പൂരി മസാല, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ മാസത്തിൽ 1-2 ദിവസം, ഇങ്ങനെ സ്ഥിരമില്ല. മസാല ദോശയും വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ, ഐസ്ക്രീമും അതുപോലെ തന്നെയാണ്. മോളുമായിട്ടെല്ലാം പുറത്ത് പോകുമ്പോൾ ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നുമ്പോൾ അങ്ങനെ കഴിക്കും, അല്ലാതെ കഴിക്കാറില്ല. ഷുഗർ കൺട്രോൾഡാണ്. ഒരു ദിവസം ഒരു കേക്ക് എന്തെങ്കിലും കഴിച്ചാൽ ആ ദിവസങ്ങളിൽ ഞാൻ ഒരു ഷുഗർ ഐറ്റംസ് ആയാലും പിന്നെ ബാക്കി ഫുഡ് ഐറ്റംസ് എല്ലാം കൺട്രോൾ ചെയ്യും.
എന്നിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. വളരെ കഷ്ടപ്പെട്ടാണ്. പിന്നെ ഹെറിറ്ററി പാരമ്പര്യമായിട്ട് നല്ല രീതിയിൽ അമ്മയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലായിരിക്കും എനിക്ക് കിട്ടിയത്. എന്നാലും മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഫുഡ് റുട്ടീൻ എന്ന് പറയുന്നത്. ഇത് ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി വരും. ഇതിൽ എന്താ പറയുക, ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചുരുക്കമാണ്. കഴിക്കേണ്ട സാധനങ്ങൾ മിക്കവാറും കഴിക്കാറില്ല. പിന്നെ ചോറ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പൊതുവേ ഞാൻ കഴിക്കാത്തത്. വല്ലപ്പോഴുമാണ് കഴിക്കുന്നത്. പിന്നെ മിക്കവാറും ചുമ്മാ ഞാൻ പറഞ്ഞില്ലേ ഈ 12 മണി സമയം കട്ടന് പകരം സംഭാരം കുടിക്കാറുണ്ട്. മിക്കവാറും ഏത് ഐറ്റം 8 മണിക്ക് എടുത്താലും ഞാൻ അതിൽ കേട് തൈര് ഉൾപ്പെടുത്താറുണ്ട്. ഏത് ഐറ്റംസ് എടുത്താലും തൈര് എനിക്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇങ്ങനെ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഡെയിലി റുട്ടീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായാലും ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലയെന്ന്. ഇനി വരുന്ന എന്താണ് സ്കിൻ കെയർ റുട്ടീൻ അല്ലേ? അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതുപോലെ പറയാം. ഒരുപാടൊന്നും എന്തായാലും കുറച്ച് കൂടുതൽ ഇതിനേക്കാളും കൂടുതൽ അത് കാണും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ആ ഒരു കാര്യം നിങ്ങൾക്കായി പറഞ്ഞുതരാം. ഇന്നത്തെ വീഡിയോ എന്തായാലും നെഗറ്റീവ് കമൻറ്റ്സ് ഒരുപാട് കാണും. ഇതൊക്കെ കഴിച്ചിട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇത് നമ്മുടെ ശീലമാക്കിയാൽ ഇത് തന്നെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് മുന്നോട്ട് പോകും. ഇങ്ങനെ കഴിക്കുന്നവർക്കൊരു പ്രത്യേകതയുണ്ട്. എവിടെ പോയാലും അവിടുത്തെ ഫുഡ് അഡ്ജസ്റ്റ് ചെയ്തവർക്ക് ജീവിക്കാൻ പറ്റും. ചോറ് തന്നെ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി അങ്ങനെ തന്നെ കിട്ടണമെന്ന് ആർക്കും വിചാരിക്കില്ല. ഏതായാലും മതി. ബ്രെഡ് വെച്ചിട്ടായാലും നമുക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ വെള്ളം കുടിച്ചാലും മുന്നോട്ട് പോയില്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാൻ. അതുവരെ ബൈ.